പേരിലെ ഒരക്ഷരം വിധി മാറ്റുമോ? പേരിലെ രഹസ്യം തിരിച്ചറിഞ്ഞ പ്രമുഖർ. നമസ്കാരം, ആസ്ട്രോ ബ്ലിസ്സിലേക്ക് സ്വാഗതം. ഒരു പേരിൽ എന്തിരിക്കുന്നു എന്ന് ഷേക്സ്പിയർ ചോദിച്ചിട്ടുണ്ടാകാം. എന്നാൽ സംഖ്യാശാസ്ത്രം അഥവാ ന്യൂമറോളജി പറയുന്നത് ഒരു പേരിൽ ഒരാളുടെ ജീവിതം തന്നെ ഉണ്ട് എന്നാണ്. നമ്മുടെ പേര് പ്രപഞ്ചത്തിലെ ചില പ്രത്യേക ഊർജങ്ങളുമായും തരംഗങ്ങളുമായും ബന്ധപ്പെട്ട് കിടക്കുന്നു. ലോക പ്രശസ്തരായ പലരും തങ്ങളുടെ കരിയറിന്റെ ഉന്നതിയിൽ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ വലിയ തകർച്ച നേരിടുമ്പോഴോ പേരിലെ ഒരക്ഷരം മാറ്റാൻ തയ്യാറാകുന്നത് എന്തിനാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത് പേരിലെ ഒരു ചെറിയ മാറ്റം എങ്ങനെയാണ് ഒരാളുടെ ഭാഗ്യം നിശ്ചയിക്കുന്നത് എന്നാണ്. ആദ്യം നമ്മൾ നോക്കുന്നത് അമിതാഭ് ബച്ചൻ. ഇന്ത്യൻ സിനിമയിലെ ഇതിഹാസം അമിതാഭ് ബച്ചനെ തന്നെ നമുക്ക് ആദ്യത്തെ ഉദാഹരണമായി എടുക്കാം. അദ്ദേഹം കരിയറിന്റെ ഒരു ഘട്ടത്തിൽ വലിയ സാമ്പത്തിക തകർച്ച നേരിട്ടിരുന്നു. ABCL എന്ന തന്നെ കമ്പനി പൊളിഞ്ഞതും അദ്ദേഹം വലിയ കടക്കിണിയിലായതും നിങ്ങൾക്കറിയാം. ആ സമയത്താണ് അദ്ദേഹം തന്റെ കുടുംബ പേരിലും സ്വന്തം പേരിലും ന്യൂമറോളജി പ്രകാരം ചില മാറ്റങ്ങൾ വരുത്തുന്നത്. ഇവിടെ അദ്ദേഹം അധികമായി ഒരു H കൂടി ചേർക്കുകയും C എന്ന അക്ഷരം ഇരട്ടിയാക്കുകയും ചെയ്തു. അത്ഭുതകരമെന്ന് പറയട്ടെ, അതിനുശേഷം കോൺ ബനേഗ ക്രോഡ്പതി എന്ന പരിപാടിയിലൂടെ അദ്ദേഹം നടത്തിയ തിരിച്ചുവരവ് ഇന്ത്യൻ ടെലിവിഷൻ ചരിത്രം തന്നെ മാറ്റിമറിച്ചു. ഇനി നമുക്ക് നമ്മുടെ സ്വന്തം റായി ലക്ഷ്മിയുടെ കാര്യം നോക്കാം. രാജാധിരാജ, അറബിയും ഒട്ടകവും, P. മാധവൻ നായരും തുടങ്ങിയ ഒട്ടേറെ സിനിമകളിലൂടെ മലയാളികളുടെ പ്രിയങ്കരിയായ ഈ നടി കരിയറിന്റെ തുടക്കത്തിൽ ലക്ഷ്മി റായ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എന്നാൽ 2014 സംഖ്യാശാസ്ത്ര വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം അവർ തന്റെ പേര് റായി ലക്ഷ്മി എന്നാക്കി മാറ്റി. പേര് തിരിച്ചിട്ടതുകൂടാതെ ഇവിടെ ലക്ഷ്മി എന്നതിലെ KS മാറ്റി X ആക്കുകയും റായി എന്നതിലെ A ഇരക്കിയാക്കുകയും ചെയ്തു. തന്റെ വ്യക്തിജീവിതത്തിലും തൊഴിൽ മേഖലയിലും പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കാനാണ് ഈ മാറ്റം വരുത്തിയത് എന്ന് അവർ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാറ്റത്തിന് ശേഷം തെന്നിന്ത്യൻ സിനിമകളിൽ അവർക്ക് കൂടുതൽ വലിയ അവസരങ്ങൾ ലഭിക്കുകയുണ്ടായി. അടുത്തത് ബോളിവുഡ് നടൻ ആയുഷ്മാൻ ഖുറാന. മറ്റൊരു ഉദാഹരണമാണ് ആയുഷ്മാൻ ഖുറാന. അദ്ദേഹത്തിന്റെ പേരിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആയുഷ്മാൻ എന്നതിൽ 2 N-ഉം ഖുറാന എന്നതിൽ 2 R-ഉം അദ്ദേഹം ഉപയോഗിക്കുന്നു. സാധാരണ സ്പെല്ലിംഗിൽ ഇല്ലാത്ത ഈ മാറ്റം അദ്ദേഹം സിനിമയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ വരുത്തിയിരുന്നു. തന്റെ പിതാവ് ഒരു ന്യൂമറോളജിസ്റ്റ് കൂടിയായതുകൊണ്ട് കൃത്യമായ കണക്കുകൂട്ടലിലൂടെയാണ് ഈ സ്പെല്ലിംഗ് തിരഞ്ഞെടുത്തത്. ഇന്ന് ബോളിവുഡിൽ ഏറ്റവും മിന്നും താരങ്ങളിൽ ഒരാളായി അദ്ദേഹം തിളങ്ങുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ന്യൂമറോളജി പ്രകാരം ഓരോ അക്ഷരത്തിനും 1 മുതൽ 8 വരെയുള്ള നമ്പറുകൾ നൽകിയിട്ടുണ്ട്. ചാൾഡിയൻ രീതിയിലാണ് സാധാരണയായി പേരുകൾ പരിശോധിക്കുന്നത്. നമ്മുടെ പേരിന്റെ ആകെ തുക നമ്മുടെ ഭാഗ്യസംഖ്യയുമായി പൊരുത്തപ്പെട്ടാൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. നമ്മുടെ പേരിന്റെ ആകെ തുക നമ്മുടെ ജനനതീയതിയിലെ ഭാഗ്യസംഖ്യയുമായി പൊരുത്തപ്പെട്ടാൽ ജീവിതത്തിലെ തടസ്സങ്ങൾ നീങ്ങുകയും പോസിറ്റീവ് എനർജി വർദ്ധിക്കുകയും ചെയ്യും. ഇത് കേവലം അന്ധവിശ്വാസമല്ല, മറിച്ച് ശബ്ദ തരംഗങ്ങളുടെയും സംഖ്യകളുടെയും കൃത്യമായൊരു ഗണിതശാസ്ത്രമാണ്. നമ്മുടെ പേരിന്റെ ആകെ തുക 1 മുതൽ 9 വരെ ഏത് സംഖ്യയിലാണ് വരുന്നത് എന്ന് നോക്കിയാണ് ഒരാളുടെ ഭാഗ്യം കണക്കാക്കുന്നത്. നിങ്ങളുടെ പേരും നിങ്ങളുടെ ഭാഗ്യത്തെ സ്വാധീനിക്കുന്നുണ്ടാകാം. അനാവശ്യമായ തടസ്സങ്ങൾ മാറാനും സാമ്പത്തിക ഉയർച്ചയ്ക്കും നിങ്ങളുടെ പേരിന്റെ സ്പെല്ലിംഗിൽ ഒരു ചെറിയ മാറ്റം മാത്രം മതിയാകും. ഇതെങ്ങനെയാണ് നിങ്ങളുടെ കാര്യത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് അറിയണ്ടേ? അതിനെക്കുറിച്ച് അടുത്ത വീഡിയോകളിൽ നമ്മൾ വിശദമായി സംസാരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സംശയങ്ങൾ കമന്റിൽ ചോദിക്കാം. ന്യൂമറോളജിയെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകൾക്കായി ആസ്ട്രോ ബ്ലിസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.